പ്രശാന്ത് ഇപ്പോൾ ലേഖ്പാലിൽ നിന്നും രക്തികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ, നിങ്ങൾക്ക് രക്തിക പറ്റി ഏതെങ്കിലും അറിയോ? ഇല്ല മോനെ, എനിക്കൊന്നും അറിയില്ല. എനിക്കറിഞ്ഞത് ഒന്ന് മാത്രമാണ്. രക്തികയുടെ ദേഷ്യം കാരണം ഈ ഗ്രാമത്തിൽ എവരും ഹോളി ആഘോഷിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ ഗ്രാമത്തിലേക്ക് മുക്തി കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ അറിയാവുന്ന വിഷയം ഈ ഗ്രാമത്തിനും രക്തികനും ഏത് സംബന്ധമാണെന്ന്. ഈ രക്തിക തന്നെ വന്ന് അവളുടെ രഹസ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരാണ് പറയും? ഗ്രാമം മുഴുവൻ പേടി വീണ്ടും നിറഞ്ഞു. അതായത് രക്തിക തിരികെ വന്നു എന്ന്. എല്ലാരും വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. സ്ത്രീകൾ നെറ്റിയിൽ കുങ്കുമം പോലും വെച്ചിട്ടില്ല. ഞാൻ വഴിമാറി വന്നു. എനിക്ക് വഴി പറയുമോ? നിങ്ങൾ എവിടേക്കാ പോകേണ്ടത്? ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ മാഞ്ഞുപോയി. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകാനുള്ള വഴി പറയുമോ? ഇത് കേട്ടതും ആ പെണ്ണ് ദേഷ്യത്തോടെ ആ ചെറുക്കന് ഒരടി കൊടുത്തു. റാസ്കൽ, കല്യാണം കഴിഞ്ഞ പെണ്ണിനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഷെടാ, ഈ രക്തിക വന്ന പ്രശ്നം കാരണം എവരും കുങ്കുമം വെക്കാറില്ല. പിന്നെ ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞോ ഇല്ലയോ നിങ്ങൾ എങ്ങനെ അറിയാണ്? പ്രശാന്തിന്റെ അച്ഛൻ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കൊണ്ടുവന്നു. ഇതാ മോനെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. ഈ കാലത്തിൽ ആരാ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ കാണുന്നത്? ഒരു പക്ഷേ കളർ TV കണ്ടാൽ നീ എങ്ങളെ ജീവനോട് വിടുമോ? ഞാൻ എന്തിനു ജീവനോടെ വിടില്ല? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല, നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഇല്ല, ആദ്യം പറയൂ, എന്തിനാ എല്ലാരും എന്നെ ഇപ്പോൾ വ്യത്യാസമായി നോക്കുന്നത്? ആരും എന്നോട് മിണ്ടുന്നു പോലുമില്ല. അങ്ങനെ ഒന്നും ഇല്ല. നിനക്ക് സ്വയമില്ലാതെ പോയല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നീ ചെന്ന് റെസ്റ്റ് എടുക്ക്. പ്രീതി ഉറങ്ങി. എന്നാലും പ്രശാന്തിന്റെ മനസ്സിൽ പേടി നിറഞ്ഞിരുന്നു. അവൻ പേടിച്ച് വിറച്ചുകൊണ്ട് പ്രീതിയെ നോക്കിക്കൊണ്ടിരുന്നു. രാത്രി ശാന്തത നിറഞ്ഞിരുന്നു. കാറ്റിന്റെ ശബ്ദം. രക്തികയെ കണ്ട് പേടിച്ച് ആരും വീട്ടിൽ നിന്നും പുറത്തു പോലും വരാറില്ല. ലിഖിത ജോലി കഴിഞ്ഞ് ഒരുപാട് ലേറ്റായാണ് വീട്ടിലേക്ക് വരുന്നത്. വേഗത്തിൽ സൈക്കിൾ ഓട്ടിച്ചുകൊണ്ട് അവൾ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു പേടി മാത്രം ഉണ്ടായിരുന്നു. ഈ രക്തം, എന്റെ ദൈവമേ! ലിഖിത പേടിച്ച് രക്തം തുടയ്ക്കാൻ തുടങ്ങി. പക്ഷെ ആ രക്തം അവളുടെ ഡ്രസ്സിലും ആയി. അവളുടെ ഹൃദയം പേടി കൊണ്ട് പിടയാൻ തുടങ്ങി. ഒരുപക്ഷെ രക്തിക വന്നാലോ എന്നുള്ള പേടിയാണ് അവൾക്ക്. പ്രീതി ഉറങ്ങുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു തുടിച്ചിരുന്നു. അവൾ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. കതക് തന്നെ തുറക്കാൻ തുടങ്ങി. പ്രീതി കാറ്റത്ത് പറന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. പ്രശാന്ത് വളരെ പേടിച്ച് അവളുടെ പുറകെ പോയി. അവൾ ഈ സമയത്ത് എവിടെ പോകുന്നുവെന്ന് നോക്കാനായി. എന്നോട് ക്ഷമിക്ക്, എന്നെ വിട്ടേക്ക്. ഇത് നിറമല്ല, ഇത് രക്തമാണ്. പ്രീതി ഒരു ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ചിരിക്കാൻ തുടങ്ങി. ആ ശബ്ദം കാരണം ഹൃദയം പിടയാൻ തുടങ്ങി. നികിത പേടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പക്ഷേ നികിതയുടെ കൈ തന്നെ നീളമുള്ളതായി. അവൾ നികിതയുടെ കഴുത്തിൽ പിടിച്ചു. അവളുടെ കഴുത്ത് ഞെരിച്ചു. പ്രശാന്ത് ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചു പോയി. പിന്നെ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പ്രശാന്ത് പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി. വീട്ടിൽ മുൻപേ തന്നെ പ്രീതി ഇരിക്കുകയായിരുന്നു. അതായത് ഒന്നും നടക്കാത്തതുപോലെ. ഇത് കണ്ടിട്ട് പ്രശാന്ത് കൂടുതൽ പേടിച്ചു. ഈ രാത്രിയിൽ നിങ്ങൾ എവിടേക്കാ പോയത്? അത് ഇല്ല, എവിടെയില്ലല്ലോ. പേടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. പറയൂ, എന്തു പറ്റി? ഞാൻ എവിടെ പേടിച്ചു? ഞാൻ വാഷ്റൂം ചെന്നിരുന്നു. അത് ശരി, നീ എവിടെയാ പോയത്? ഐ എം സോറി, നിങ്ങൾ എവിടെയാ പോയത്? എവിടേക്കും പോയില്ല, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ശരി, ഉറങ്ങിക്കോ. പ്രീതി ഉറങ്ങി. പക്ഷേ പ്രശാന്തിന്റെ മനസ്സിൽ വല്ലാത്ത പേടിയുണ്ടായിരുന്നു. അവൻ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. പേടിച്ച് വിറച്ചുകൊണ്ടേയിരുന്നു. പ്രശാന്ത്, ബബ്ലി പിന്നെ അച്ഛനമ്മയോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് എല്ലാവരോടും പറയുകയായിരുന്നു. ഇത് കേട്ടതും എല്ലാവരുടെ മുഖത്തും പേടി നന്നായി കാണാൻ സാധിച്ചു. അച്ഛാ, വേഗം തന്നെ എന്തെങ്കിലും താന്ത്രികന് വരാൻ പറയൂ, അല്ലെങ്കിൽ രക്തിക എവരെയും ജീവനോട് വിടില്ല. ഞാൻ ഇന്നലെ തന്നെ താന്ത്രികനോട് സംസാരിച്ചു. അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി കുറച്ച് ദിവസത്തിൽ വന്നേക്കും. അതുവരെ എല്ലാവരും സൂക്ഷിച്ചിരിക്കണം. രാത്രി ശാന്തത നിറഞ്ഞിരുന്നു. പ്രശാന്ത് തന്റെ അച്ഛനമ്മയോടൊപ്പം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടിനകത്തു നിന്നും പ്രീതി എന്തോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. ഒരു വിചിത്രമായ ശബ്ദത്തിൽ. പ്രശാന്ത് ഇത് കേട്ടതും ആകെ ഞെട്ടിപ്പോയി. വീട്ടില് പ്രീതി തനിച്ചുണ്ട്. അവൾ എവരിനോട് സംസാരിക്കുന്നു? ബബ്ലി ഇവിടെ ഇല്ല. ഒരുപക്ഷെ ബബ്ലിയോട് സംസാരിക്കുകയായിരിക്കും. അപ്പോഴാണ് ബബ്ലി പുറത്തുനിന്നും വീട്ടിനകത്തേക്ക് വന്നത്. ബബ്ലി പുറത്തിരുന്ന് വരുന്നു. പിന്നെ അവൾ എവരിനോട് സംസാരിക്കുന്നു? പ്രശാന്തും വീട്ടിലുള്ളവരും പേടിച്ച് റൂമിനകത്തേക്ക് ചെന്നു. പക്ഷെ അവർ അകത്തേക്ക് പോയതും അറിയാത്ത ഒരു രൂപം അവിടെ നിന്നും മാഞ്ഞുപോയി. പ്രീതി അവരെ ദേഷ്യത്തോടെ നോക്കി. അവളുടെ കണ്ണുകൾ ചുമന്നിരുന്നു.
എല്ലാരും പേടിച്ച് അവിടെ നിന്നും ഓടി. എന്നിട്ട് അവർ കതകിനെ പൂട്ടി. പ്രീതി ആ കതക് തട്ടിക്കൊണ്ടേയിരുന്നു. കതക് തുറക്കൂ, കതക് തുറക്കൂ, കതക് തുറക്കൂ. പ്രീതി അത്രയും നേരം കതക് തട്ടിയിട്ടും ആരും കതക് തുറന്നില്ല. ഭയങ്കരമായ സിറ്റുവേഷൻ വീട്ടിനകത്ത് ഉണ്ടായി. ഒരു കൊറിയർ ബോയ് പ്രശാന്തിന്റെ വീട്ടിലേക്ക് വന്നു. പ്രശാന്ത് ചേട്ടാ, നിങ്ങൾക്ക് കൊറിയർ വന്നിട്ടുണ്ട്. പ്രശാന്തിന്റെ കൂട്ടുകാരൻ വിജയ് ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുകയാണ്. പ്രീതിയും അടുത്തു നിൽപ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താ അഴിച്ചെന്ന് അറിയില്ലല്ലോ. ഇവൻ എപ്പോഴും വിചിത്രമായ ഗിഫ്റ്റല്ലേ അഴിച്ചേക്കും. പൊങ്കൽ വരാൻ പോവുകയാണ്, അതിനായി എന്തെങ്കിലും അയച്ചതായിരിക്കാം. പ്രശാന്ത് ആ ബോക്സ് തുറന്നതും തന്നെ അതിൽ നിറങ്ങൾ നിറഞ്ഞ പട്ടമുണ്ടായിരുന്നു. നിറങ്ങൾ കണ്ടതും പ്രശാന്ത് ആകെ ഞെട്ടിപ്പോയി. പ്രീതിയുടെ കണ്ണുകൾ ചുമന്നുപോയി. പിന്നെ അവൾ ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. അവൾ പ്രശാന്തിന്റെ കഴുത്തിൽ പിടിച്ച് അവനെ മുകളിലേക്ക് പൊക്കിയെടുത്തു. രക്ഷിക്കൂ, രക്ഷിക്കൂ. അപ്പോഴാണ് മന്ത്രവാദി അവിടേക്ക് വന്നത്. അദ്ദേഹം ഒരു മന്ത്രം പറഞ്ഞു. ഭസ്മം അവളുടെ മേലിലേക്ക് എറിഞ്ഞു. പ്രീതി പ്രശാന്തിനെ വിട്ടു. എന്നിട്ട് അവൾ മയങ്ങി അവിടെ തന്നെ താഴേക്ക് വീണു. നിങ്ങൾ നല്ല സമയത്താണ് വന്നത്, അല്ലെങ്കിൽ രത്തിക പ്രശാന്തിനെ കൊല്ലുമായിരുന്നു. അതെ, ഇവൾ എന്റെ രക്തം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു താന്ത്രികരെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടാണ് ഞാൻ ഡൽഹിയിലിருந்து വേഗം വന്നത്. മന്ത്രവാദി, ഈ രക്തികയിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറയണേ. അവളുടെ ആത്മാവ് ഞങ്ങളുടെ മരുമകളുടെ മേലിൽ കയറിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനൊരു തീർവ് കണ്ടെത്താം. രാത്രി ശാന്തമായ സമയം, നല്ല തണുത്ത കാറ്റ്, നിഗൂഢത നിറഞ്ഞ രാത്രി. മന്ത്രവാദി തീ കത്തിച്ചു. പിന്നെ പ്രീതിയെ അദ്ദേഹത്തിന്റെ മുൻപിലായി ഇരുത്തി. അദ്ദേഹം മന്ത്രങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. രക്തികായേ മഹാഭൂതായേ നമഃ. ക്ഷേത്രസ്യ മധ്യേ നഹച്യ. രക്തികായേ സ്വാഹ. രക്തികയുടെ ആത്മാവ് പ്രീതിയുടെ ശരീരത്തിൽ വരാൻ തുടങ്ങി. അവൾ ഒരു ഭയങ്കരമായ ചിരിയോടുകൂടി എണീറ്റു. പ്രശാന്തമായി അവിടെ തന്നെ ഇരിക്കൂ. ആരാണ് നീ? ഞാൻ രക്തിക. എന്തിനാ ഇവിടെ വന്നത്? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് രാജാവ് രുദ്രസിംഗ് വേണം. പക്ഷെ എന്തിനാ? അവന്റെ രക്തം എനിക്ക് വേണം. അവന്റെ രക്തം ഉപയോഗിച്ച് ഞാൻ ഹോളി കളിക്കും. പക്ഷേ എന്തിനാ? പ്രതികാരം ചെയ്യണം. അവൻ എന്നെ പറ്റിച്ചിരിക്കുകയാണ്. ഇവിടെ രാജാവ് രുദ്രസിംഗ് എന്ന് ആരും ഇല്ല. നീ ചെല്ല്. ഗ്രാമത്തിലെ ജനങ്ങളെ ശല്യം ചെയ്യല്ലേ. ഞാൻ രാജാവ് രുദ്രസിംഗിനോട് പ്രതികാരം ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നീ പോയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കളയും. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാകില്ല. കെട്ടിക്കളയും എന്ന വാക്ക് കേട്ടതും പ്രീതി മന്ത്രവാദിയെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ മന്ത്രവാദി അവളുടെ മേലിലേക്ക് ഭസ്മമെറിഞ്ഞു. അതുകൊണ്ട് അവൾ മയങ്ങി താഴേക്ക് വീണു. മന്ത്രവാദി തായത്ത് ഉപയോഗിച്ച് രക്തികയെ കെട്ടിയിട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിനെ വിട്ട് രക്തികയുടെ ആത്മാ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. എല്ലാരും സന്തോഷം ആഘോഷിക്കാൻ തുടങ്ങി. മന്ത്രവാദി തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് ആ തായത്ത് തന്നെ ഉടഞ്ഞത്. രക്തിക മോചിക്കപ്പെട്ടു. പ്രീതി എണീറ്റു. അവളുടെ കണ്ണുകൾ ചുമന്നിരുന്നു. അവൾ മന്ത്രവാദിയുടെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി. ശ്രദ്ധിച്ചിരിക്കണേ ഗ്രാമത്തിലെ ജനങ്ങളെ, ഒന്നില്ല. ഇപ്പോൾ ഈ രംഗീലാപൂരിൽ 2 ആത്മാക്കൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് രത്തിക, മറ്റൊന്ന്. മന്ത്രവാദി മറ്റൊരാത്മാവിനെ കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. പക്ഷെ അതിനകം തന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. രക്തിക അല്ലാതെ മറ്റൊരു ആത്മാവ് ആരാണ്? ഈ ഭയങ്കരമായ രഹസ്യം ആ ഗ്രാമത്തിൽ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്.